ഈ മലയാളത്തിൽ പറയാം. ഈ സോമരാജൻ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന് പറയുന്നവൻ എന്റെ അച്ഛന്റെ സഹോദരനാണെന്നാ പറയുന്നത്. അവനാണെങ്കിൽ വലിയ ഭയങ്കര ക്രിമിനലാണ്. അവൻ ഇവിടെ LG നിവാസ് എന്ന് പറയുന്ന ഓടകറ്റിയമ്പലത്തിലെ മെയിൻ റോഡിന്റെ സൈഡിലുള്ള ലീല എന്ന് പറയുന്ന അവരുണ്ട്. അവരുടെ ഭർത്താവിന്റെ പേര് ഗംഗാധരൻ എന്നായിരുന്നു. അയാളുടെ ഈ ലീല എന്ന് പറയുന്നവരെ അവരുടെ മരുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കലായിരുന്നു ജോലി. അവരിവിടെ അവിടെ പോയി എല്ലാ സന്ധ്യയ്ക്കും വിസിറ്റ് ചെയ്യലായിരുന്നു അവന്റെ ജോലിയുടെ. സദാനന്ദ മന്ദിരത്തിൽ സോമരാജന്റെ ജോലി. അങ്ങനെ ഇവൻ അവന്റെ ഷുഗർ ഡാഡിയായിരുന്നു ഇവരെന്നാ പറയുന്നത്. സ്ത്രീയ എന്ന് പറയുന്നവരുടെ ഷുഗർ ഡാഡിയായിരുന്നു ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ ഉണ്ടാക്കുന്നത് നമ്മളെ കുറിച്ചും. ഇവര് നല്ല പരിചയം. അതുപോലെ അതിന് മുന്നിൽ കൈതവളയുടെ ഒരു വീട്ടിലായിരുന്നു കയറുന്നത്. അവിടെ 4-5 പെണ്ണുങ്ങൾ ഉണ്ടാക്കി. ഇവൻ അവിടുത്തെ ഇറങ്ങത്തില്ലായിരുന്നു. കള്ളെല്ലാം കുടിച്ച് അവിടുത്തെ 10ാം ക്ലാസ്സിലാണ് ജോലി. ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന് പറയുന്നത് അയാളാ നമ്മുടെ രവിചാരി ഇവിടെ വന്ന് വിളിക്കുന്നത്. എന്റെ റെക്കോർഡ് ഇരിപ്പുണ്ട്. ഇപ്പൊ നമ്മളെ വിളിക്കുന്നതാണ് രവിചാരിന്ന്. എന്നിട്ട് ഇവരാണ് കൈതവളയുടെ കുറെ പെണ്ണുങ്ങളുടെ കൂടെ നടന്നതാണ് ഇവൻ. എന്നിട്ട് അവസാനം ഇവൻ ഈ ലീല എന്ന് പറയുന്നവരെ അവരുടെ മരുമോളെ വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് മരുമോള് ഇവരും കൂടെ തിരുവനന്തപുരത്തെല്ലാം കറങ്ങാൻ പോയി തിരിച്ചു വരുന്ന വഴി കായകൾക്ക് സ്കൂട്ടി എടുത്തോട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് വളഞ്ഞനടക്കാടി വന്നപ്പോ ആരാണ്ട് ഇവരുടെ ചെയിൻ വലിച്ച് പൊട്ടിക്കൊണ്ട് പോയി രണ്ടും കൂടെ വീഴുകയാണ്. സ്കൂട്ടിയുടെ മണ്ടക്ക് വീഴുകയൊക്കെ ചെയ്തിട്ട് എന്താ ഹോസ്പിറ്റലിലൊക്കെയാണ്. ഇതെല്ലാം അന്വേഷിക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഇപ്പൊ നമ്മുടെ പേരിൽ ഇതുപോലത്തെ കഥകൾ ഉണ്ടാക്കുക ജോലി. ഒരു തനിയാറുണ്ട് അവിടെ. അവരും ഇവന്മാരെല്ലാം കൂടെ കഥകൾ ഉണ്ടാക്കുക ജോലി. അതുപോലെ ഒരു വൃന്ദയുടെ ഒരു മരുമോളുണ്ട് ഇവിടെ. ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പൊ വന്നിട്ടുണ്ട്. അവിടെ മോനും കൂടെ ഇതുപോലെ എന്താ നാടകം അഭിനയിക്കാൻ. ഞാനാണെന്ന് പറഞ്ഞ അവരുടെ മോനും കൂടെ വന്നിട്ടുണ്ട്. ആണും പെണ്ണും പറഞ്ഞോട് കയറിയിരുന്ന് അഭിനയിക്കണ ജോലി. ഭാര്യയെ വേറെ കയറിയിരുന്ന് അഭിനയിച്ച് കാറ്റുണ്ടാക്കണ ജോലി ഇങ്ങനെ. എന്നിട്ട് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഭോജനക്കാരുടെ ഒരു ഗൾഫുകാരൻ. ഇവൻ ഗൾഫിൽ പോയിട്ടാണ് ഗൾഫുകാരുടെ കാറ്റെല്ലാം വാങ്ങിക്കാനായിരുന്നു. എന്നിട്ട് അവരുടെ പെണ്ണുപിള്ള ഇവിടെ വെച്ച് ചീത്ത വിളിക്കുകയായിരുന്നു ജോലിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഭയങ്കര പ്രശ്നമായി. എന്നിട്ട് ഇവരെന്തായാലും ഇവരെ ഇപ്പൊ രാജേഷിന്റെ ബന്ധം വഴിയെന്നൊക്കെയാ പറയുന്നത്. ഇങ്ങനെയാണ് കഥകൾ ഇവിടുത്തെ ഫുൾ കഥകൾ ഇങ്ങനെയാണ്. ഇങ്ങനെ മോഹൻ സിംഗിന്റെ ഇവന്റെ വീട്ടിൽ അതുപോലെയാണ്. എന്നിട്ട് മോഹൻ സിംഗിന്റെ പെണ്ണുമ്പിള്ള ഒരു ചിന്നു നടന്ന് ചൈതന്യ ചന്ദ്രൻ അവിടെ പേര്. അവിടെ ഇതുപോലെ വന്നൊരു സാരി എന്ന് പറയുന്ന ചെറുക്കന്റെ കൂടി ഇങ്ങനെ നടന്നെല്ലാം വിട്ടേക്ക്. ഇപ്പൊ അവിടെ മോഹൻ സിംഗ് എന്ന് പറയുമ്പോൾ ബന്ധം വഴിയേക്ക് നടക്കുക. ചൈതന്യ ചന്ദ്രൻ എന്ന് പറയുന്ന ഇവന്റെ പെണ്ണുമ്പിള്ള മോഹൻ സിംഗിന്റെ പെണ്ണുമ്പിള്ള ഇതുപോലെ സാരി എന്ന് പറയുന്ന അവരെയും കൊണ്ട് നടക്കുമായിരുന്നു ജോലികൾ ഓരോട്ടിയില്. ഇങ്ങനെ നമ്മൾ പോയില്ലെങ്കിൽ ഇവരുമാർ ബ്ലാക്ക് മാജിക് ചെയ്ത് ഇങ്ങനെ കണ്ടവരുടെ കൂടെ എല്ലാം പോയിരിക്കും. നമുക്ക് അറിയാൻ വയ്യാത്തതാണ് ചെയ്ത്. ഇവരുമാരൊക്കെ അറിഞ്ഞോണ്ടൊക്കെ അഭിനയിക്കും. അതുപോലെ ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ പോകാത്തവരാണെങ്കിൽ ബ്ലാക്ക് മാജിക് ചെയ്യിപ്പിച്ച് നമ്മുടെ കണ്ട ആളുകളുടെ കൂടെ ഒക്കെ ആക്കാനായിട്ട് ഇതാക്കും. അങ്ങനത്തെ ക്രൂരമായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ഇവന്മാര് വലിയ കൊലയായിട്ട് നടക്കുക. ഈ വടക്കേട് അവന്റെ പേര് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന കൈകാന്റെ വീട്ടിലെ അവിടെ കുടുംബത്ത് അവൻ കയറിയ കുടുംബത്ത് ഇഷ്ടംപോലെ കൊലപാതകങ്ങളാ. എന്റെ ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞ പേരിൽ കണ്ടു. കാരി ചാടിച്ചു, കുളത്തിൽ ചാടിച്ചു, മണ്ണെണ്ണ തീ വെച്ചു. 2-3 ആത്മഹത്യ. ഒന്ന് കാരി ചാടിയത്, ഒന്ന് കുളത്തിൽ ചാടിച്ചത്. അയാൾക്കൊന്നും ഒരു കുളത്തിൽ ചാടുന്ന കാര്യമില്ല. നല്ല ഒന്നാമത്തെ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരു സാറമ്മ എന്ന് പറയുന്ന ടീച്ചറിന്റെ മോനാ. അയാളൊന്നും കുളത്തിൽ ചാടുന്ന കാര്യമില്ല. അവനെ കുളത്തിൽ മുക്കിക്കൊന്ന. അതുപോലെ വേറെ ഇതുപോലെ ഒരു പെണ്ണുപിന്നെ കൃഷ്ണാപുരത്തിലെ ഒരവന്റെ കൂടെ കല്യാണം കഴിച്ചു. ആ പെണ്ണുപിന്നെ കായലിന്റെ അവിടെ ഇതുപോലെ ഡിവോഴ്സ് ഒക്കെ ആക്കി അവൾ മക്കളുടെ കൂടെ നാടില്ലാത്ത സമയത്തെല്ലാം ഇവരെ പിടിച്ചോണ്ട് പോയി കൊന്നേറ്റ് കായലിൽ നിന്ന് റോഡിൽ നിന്ന് തട്ടി കായലിനകത്ത് തട്ടി. അവിടെ പടിഞ്ഞാറ് കായലുണ്ട്. അവിടെ മണികേരിക്ക ആ ഭാഗത്ത് കായലിൽ തട്ടിയേറ്റ് ഈയിടയ്ക്ക് വലിയതാ. സുനാമി വന്നു കഴിഞ്ഞപ്പം മറ്റേ ഒരു പാലമുണ്ട് വലിയ. അവിടെ കൂടെ പൊക്കിയെടുത്ത് കായലിനകത്തോട്ട് ഇട്ട് ചെരുപ്പ് അവിടെ വെക്കും. എന്നിട്ട് ചെരുപ്പിങ്ങനെ വെക്കുന്നത് ഇവിടെ തന്നെ ചാടിയതാണെന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ക്രിമിനൽ ആൾക്കാരാണ് ഇവന്മാര്. കോച്ചയെ കുടുംബം എന്ന് പറയുന്നത്. ഈ
മാറി.